നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ ഇറക്കുകൂലിയെ ചൊല്ലി തർക്കം. ലോറി ഡ്രൈവർക്ക് CITU തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡികാ യജ്ഞം 10, 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് 3 പരാതികൾ തീർപ്പാക്കി. ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കൊടകരയിൽ ഇറക്കുകൂലിയെ ചൊല്ലി തർക്കം. ലോറി ഡ്രൈവർക്ക് CITU തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിൽ ലോഡുമായി വന്ന BPCLന്റെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഡ്രൈവറായ കാലടി കാഞ്ഞൂർ സ്വദേശി വാരണാത്ത് വീട്ടിൽ 41 വയസ്സുള്ള ശ്രീകുമാറിനാണ് ഇറക്കുകൂലിയിൽ 20 രൂപ കുറഞ്ഞതിനെ തുടർന്ന് ക്രൂരമർദ്ദനം ഏറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. പണം കുറഞ്ഞതിന് CITU തൊഴിലാളികളാണ് കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിൽ വെച്ച് ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കിയത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെ ആക്രമത്തിൽ പ്രതിഷേധിച്ച് ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കി. ഇതോടെ 7 ജില്ലകളിലേക്കുള്ള 140 ലോഡുകൾ മുടങ്ങി. 200ഓളം ഡ്രൈവർമാർ പണിമുടക്കിൽ പങ്കെടുത്തു. ശ്രീകുമാർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡികാ യജ്ഞം 10, 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 രാവിലെ 5 ഗണപതി ഹോമം, ഭൂമിപൂജ, ഇഷ്ടിപൂജ, കലശസ്ഥാപനം, രഥഘോഷയാത്ര, ഹോമാഗ്നി സ്വീകരണം, അഗ്നി സമർപ്പണം, ചണ്ഡികാ ഹവനം, ദേവി മാഹാത്മ്യപാരായണം, മഹാദീപാരാധന, സർവീശ്വരി പൂജ, പ്രഭാഷണം, ഭജന, മംഗളാരതി എന്നിവയുണ്ടാകും. 11 രാവിലെ 5 അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഗുരുപൂജ, വരണക്രിയ, മഹാചണ്ഡികാവനം, പ്രത്യേക പൂജകൾ, ഹോമങ്ങൾ. 12 രാവിലെ 5 മഹാഗണപതി ഹവനം, ഗുരുപൂജ, സുമംഗലി പൂജ, ശ്രീരുദ്രഹോമം, വിസോർധാര, മഹാപൂർണഹൂതി, അവഭൃത സ്നാനം, യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയുണ്ടാകും. അശ്വിനി ദേവ് തന്ത്രിയാണ് യജ്ഞാചാര്യൻ. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കൈമുക്ക് നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. പെരുമ്പടപ്പ് ഋഷികേശൻ സ്വാമിയാജിപ്പാട് അഗ്നി പ്രോജ്വലനവും മൈസൂർ രാജഗുരു സുനിൽ ദാസ് അഗ്നി സമർപ്പണവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, ക്ഷേത്രം പ്രസിഡന്റ് ബിജു ഓടാട്ടിൽ, സെക്രട്ടറി സജീവൻ കൈലാൻ, സുധൻ ആളോൻ, ശിവൻ ഓടാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ദുർഗാദേവി ക്ഷേത്രത്തിൽ 2024 മെയ് 10, 11, 12 തീയതികളിലായിക്കൊണ്ട് ശ്രീ മഹാചണ്ഡികാ യജ്ഞം നടക്കുകയാണ്. 9 മഹാഹോമകുണ്ടങ്ങളിൽ സന്യാസി വര്യന്മാരും ഹിമാലയത്തിൽ നിന്നുള്ള ആചാര്യന്മാരും മറ്റു വൈദിക ശ്രേഷ്ഠരും. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.40% വിജയം. ഉപരിപഠനത്തിന് 27,078 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. പരീക്ഷ എഴുതിയത് 32,862 വിദ്യാർത്ഥികളാണ്. 3,907 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 90% വിജയം. 296 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 265 വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യത നേടി. അതിൽ 44 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ച 7 പരാതികളിൽ 3 തീർപ്പാക്കി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് പരാതികൾ പരിഗണിച്ചു. ബാക്കി പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. തൃശൂർ നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അയ്യന്തോൾ സ്വദേശി സമർപ്പിച്ച പരാതിയിൽ ഗുണഭോക്തൃ സമിതിയുടെ തീരുമാനത്തിന് അനുസരിച്ച് നടപടി സ്വീകരിക്കാമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ അവസാനിപ്പിച്ചു. വാഹനാപകട കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കമ്മീഷനെ സമീപിച്ച
മണ്ണുത്തി സ്വദേശിയുടെ ഹർജിയിൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതി തീർപ്പാക്കി. മഹല്ല് കമ്മിറ്റി യോഗത്തിൽ ഭാരവാഹികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതിന് മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും മക്കളുടെ വിവാഹം മുടക്കുകയും ചെയ്ത മഹല്ല് ഭാരവാഹികൾക്കെതിരെ പുത്തഞ്ചിറ കോവിലകത്തുനിന്ന് സ്വദേശി സമർപ്പിച്ച പരാതിയിൽ വഖഫ് ബോർഡും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി അവസാനിപ്പിച്ചു. ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു. മുരിങ്ങൂർ ഡിവൈൻ മേൽപ്പാലം മുതൽ ചിറങ്ങര വരെ ദേശീയപാതയിൽ 2 വശവും വീതി കൂട്ടുന്ന ജോലികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങരയിലും അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സർവീസ് റോഡുകൾ വീതി കൂട്ടുന്നത്. നിലവിൽ 1 വരി ഗതാഗതമാണ് സർവീസ് റോഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2 വരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത്. റോഡും കാനയുമടക്കം ഏകദേശം 6.5 മീറ്ററോളം വീതി വർദ്ധിപ്പിക്കും. സർവീസ് റോഡിന്റെ വീതി വർദ്ധിക്കുന്നതോടെ റോഡിന്റെ ഇരുവശത്തുമുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതാണ്. മുരിങ്ങൂർ കോട്ടമുറി മുതൽ കൊരട്ടി വരെ നിലവിൽ സർവീസ് റോഡില്ല. ഇവിടെ കൂടി സർവീസ് റോഡ് വരുന്നതോടെ ദേശീയപാതയിൽ അപകടങ്ങളും ഒരു പരിധിവരെ കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ചിറങ്ങര മുതൽ മുരിങ്ങൂർ ദേശീയപാതയിലെ ഏറ്റവും അധികം അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടാണ്. നിലവിലുള്ള ഡ്രൈനേജ് പൊളിച്ചു മാറ്റുവാനുള്ള കാലതാമസം കഴിഞ്ഞാൽ റോഡിന്റെ നിർമ്മാണം വേഗം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നിർമ്മാണ കമ്പനിക്കാർ പറഞ്ഞു. തൃശൂർ ജില്ലാ ഗവൺമെന്റ് ടീച്ചേഴ്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടകരയിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഭരണസമിതി അംഗം ടി കെ ബിന്ധ്യ അധ്യക്ഷയായി. ബോർഡ് അംഗങ്ങളായ എം കെ ജിജിമോൻ, എം ജി സംഗീത, ഐ ആർ ലിജി, സെക്രട്ടറി പി കെ ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കൊടകരയിൽ ടീച്ചേഴ്സ് സഹകരണ സംഘം കെട്ടിടത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 10 മുതൽ 40% വരെ വിലക്കുറവിൽ ഇവിടെ പഠനോപകരണങ്ങൾ ലഭ്യമാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇതിന്റെ ഒരു പ്രത്യേകത മറ്റു വിപണികളിൽ നിന്ന് വ്യത്യസ്തമായി വിലക്കുറവിന് നമുക്കിവിടെ പുസ്തകങ്ങളും പേനയും കൊടയും ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ ലാഭകരമായ രീതിയിലാണ് ഇത്തവണ നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ ഇവിടുന്ന് ലഭ്യമാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് 10ഓളം സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻറ് മാർക്കറ്റ് സംവിധാനം. ഊർജ്ജവും ലഭിച്ചത് അതിന് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം സ്റ്റുഡൻറ് മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്ത് മികച്ച റിവ്യൂ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കാതിക്കുടം മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു. മെയിൻ കനാൽ വൃത്തിയാക്കാതിരിക്കുന്നതിനാൽ കാതിക്കുടത്ത് പല ഭാഗങ്ങളിലും വെള്ളം എത്താത്ത അവസ്ഥയാണ്. രൂക്ഷമായ വേനൽക്കാലമായിട്ടും കനാൽ വെള്ളത്തെ ആശ്രയിക്കുന്ന കിണറുകളിലെ ജലനിരപ്പ് താഴുകയും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയുമാണ്. കനാലിലൂടെ വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നിരന്തരം ചാലക്കുടി ഇറിഗേഷൻ ഓഫീസിലെത്തി ആവശ്യപ്പെട്ടാലും പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവുന്നില്ല. വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പലപ്പോഴും കാരണമാകുന്നത്. ചിലയിടങ്ങളിൽ കനാൽ നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ പലയിടത്തും വെള്ളം കൃത്യമായി എത്തുന്നില്ല. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമാകുന്നത്. കാതികുടം മേഖലയിൽ എല്ലായിടത്തും വെള്ളമെത്താത്തതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നാട്ടുകാർ ചേർന്ന് ഉപരോധിക്കുകയായിരുന്നു. കരാറുകാരൻ കൃത്യമായി പണി പൂർത്തിയാക്കാതിരിക്കുന്നത് വെള്ളം വിടാതിരിക്കുവാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കരാറുകാരനെ നാട്ടുകാരും ജനപ്രതിനിധികളും വിളിച്ചിട്ടും ഇയാൾ ഫോൺ എടുക്കുവാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ ജോലിക്കാരെ വെച്ച് ബ്രാഞ്ചിൽ കനാൽ വൃത്തിയാക്കുവാനും വൈകുന്നേരത്തിനുള്ളിൽ വെള്ളം തുറന്നുവിടുവാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM വിൻസെന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. കൃത്യമായി നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാത്ത കരാറുകാരനെ മാറ്റി നിയമിക്കാനും നിർദ്ദേശം നൽകി. പ്രതിഷേധ സമരത്തിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് അംഗം ലിജി അനിൽകുമാർ, തോമസ് ഐ കണ്ണത്ത്, ബിജു കാതിക്കുടം, ജോയ് തോമസ്, സോജൻ മേലെടുത്ത്, ബിജു പുളിക്കൻ, KR വിജയൻ, CS ജോസഫ്, ജിയോ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ കാതിക്കുടം പ്രദേശത്ത് തുടങ്ങി വെള്ളം ഇതുവരെ 7 പ്രാവശ്യം വിട്ടിട്ടും വെള്ളം എത്തിയിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് AXR ഓഫീസിൽ 10 മണിക്ക് എത്തിച്ചേർന്നത്. അവിടെ 10:30 മണി വരെ ഇരുന്നിട്ടും AXR ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈനെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ഓഫീസിൽ വന്നത്. ഈയും AXR എയും തമ്മിൽ സംസാരത്തിന്റെ വെളിച്ചത്തിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ കാതിക്കുടം ഭാഗത്തുള്ള മേജർ ഇറിഗേഷന്റെ കനാല് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി
മറ്റന്ന വെള്ളം എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്താമെന്നാണ് ഈ ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുള്ളത്. അതിരപ്പിള്ളി ആദിവാസി ഊരിൽ നിന്ന് കാണാതായ വൃദ്ധയ്ക്കായി തിരച്ചിൽ തുടരുന്നു. വാച്ചുമരം ഊരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വനത്തിൽ വിറക് ശേഖരിക്കുവാൻ പോയ കാടർ കോളനിയിൽ താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 75 വയസ്സുള്ള അമ്മിണിയെയാണ് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് കാണാതായിരിക്കുന്നത്. വനത്തിലേക്ക് തനിച്ചാണ് വിറക് ശേഖരിക്കുവാൻ പോയ ഇവർ ഊരിൽ തിരിച്ചെത്തിയ ശേഷം 4 മണിയോടെ വനത്തിൽ മറന്നുവെച്ച കോടാലിയെടുക്കാൻ വീണ്ടും വനത്തിലേക്ക് പോയതാണെന്ന് പറയപ്പെടുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള പ്രദേശമാണിവിടെ. വൈകുന്നേരമായിട്ടും കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ബന്ധുക്കളും വനംവകുപ്പ് അധികൃതരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. വാഴച്ചാൽ റേഞ്ചിലെ കൊല്ലത്തിരുമേട് റേഞ്ച് പരിധിയിലാണ് വൃദ്ധയെ കാണാതായിരിക്കുന്നത്. തുമ്പൂർ മുഴിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വേളൂക്കര കരേക്കാടൻ വീട്ടിൽ 68 വയസ്സുള്ള രാജനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ തുമ്പൂർമൊഴി ഫാമിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. മോട്ടോർ ബൈക്കിൽ ടൂറിസ്റ്റ് ബസ് തട്ടി നിയന്ത്രണം പോയ ബൈക്കിൽ ഓട്ടോറിക്ഷ വന്നിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് അപ്പോളോ ആശുപത്രിയിലും ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. അതിരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ സീമ, മക്കൾ വിജീഷ്, വിജില, മരുമക്കൾ ഉണ്ണികൃഷ്ണൻ, അക്കു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ ഇറക്കുകൂലിയെ ചൊല്ലി തർക്കം. ലോറി ഡ്രൈവർക്ക് CITU തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യജ്ഞം 10, 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് 3 പരാതികൾ തീർപ്പാക്കി. ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.